ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഫസ്റ്റ് പീരിയഡ്സ് എക്സ്പീരിയൻസും പിന്നെ കുറച്ച് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പീരിയഡ്സിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതെന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ടോയ്ലറ്റിൽ പോയ സമയത്ത് ബ്ലഡ് കണ്ടിട്ട് കുട്ടികളൊക്കെ കരയാനായിട്ട് തുടങ്ങി. ഇതെന്താണെന്ന് സംഭവം മനസ്സിലാവാഞ്ഞിട്ട്. അപ്പം സത്യം പറഞ്ഞാൽ കുട്ടികളൊക്കെ കരഞ്ഞത് ഇവിടെ പ്രേതമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കരയാൻ തുടങ്ങിയത്. എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂരിൽ ചേർപ്പിൽ CNN സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം അന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ടുണ്ടായിരുന്നത് ശ്രീജ ടീച്ചറാണ്. അപ്പം ടീച്ചറാണ് ഞങ്ങൾക്ക് അപ്പം പേടിയൊക്കെ മാറാനായിട്ട് പറഞ്ഞു തന്നു. അത് പേടിക്കാനൊന്നുമില്ല, എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും, വലിയ കുട്ടി ആവുന്നതിൻ്റെയാണ് ഇങ്ങനെ ബ്ലഡ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചു. അപ്പം പീരിയഡ്സിനെ കുറിച്ച് ടീച്ചർ അന്ന് പറഞ്ഞു തന്നപ്പം ഒരു പേടിയൊക്കെ അങ്ങ് മാറി. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള അറിവൊക്കെ ആയി, അത്ര ചെറുതിലേ തന്നെ. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാണ്ടെന്ന് പറയുന്നത് ടീച്ചർ അന്ന് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണെന്ന് അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പാരൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് അന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ആ ഒരു പ്രായത്തിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും അടുത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും നമ്മൾ കൈയൊക്കെ പിടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ടീച്ചർ പറഞ്ഞ പോലെയാണോ അതോ ഗുഡ് ടച്ച് ആണോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്ര ചെറിയ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇരിക്കേണ്ട. ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണെന്ന് നമുക്ക് എപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, 1ാം ക്ലാസ് എപ്പോഴാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അപ്പോഴേ പറഞ്ഞു കൊടുക്കുക. വലിയ കുട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. എനിക്ക് മോനാണ് കേട്ടോ ഉള്ളത്. പക്ഷേ ഞാൻ അവനത് പറഞ്ഞു കൊടുക്കും കേട്ടോ. ചെറുതാണെങ്കിലും ഞാൻ അവനത് പറഞ്ഞു കൊടുക്കും. അവനത് മനസ്സിലാവുകയും ചെയ്യും. എല്ലാ കുട്ടികളും അത് മനസ്സിലാക്കും. നമ്മൾ പറയുന്നതൊക്കെ അവരനുസരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ അവർ മനസ്സിലാക്കും കേട്ടോ. പിന്നെ ഞാൻ വിഷയത്തിൽ ചെറുതായിട്ടൊന്ന് തെന്നിമാറി. എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല അതാട്ടോ. അപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അതിനെക്കുറിച്ച് പീരിയഡ്സിനെ കുറിച്ചൊരു അറിവൊക്കെ ആയി. പിന്നെ 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ ആയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കേട്ടിട്ടൊക്കെ ഉള്ളൊരു ചെറിയ അറിവൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അവിടെ നിന്നൊക്കെ അറിയാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് പീരിയഡ്സ് ആയത് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോയപ്പോഴാണ് ഇങ്ങനെ ബ്ലഡ് കണ്ടത്. സംഭവം ബ്ലഡ് കണ്ടു. സംഭവം എനിക്ക് ഭയങ്കര ചമ്മലും വിഷമവും ഒക്കെ ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എല്ലാവരും ഇതിനെ ഭയങ്കര ഒരു രഹസ്യമായിട്ടുള്ള രീതിയിലും ചമ്മലൊക്കെ ആയിട്ടും ഒക്കെയാണ് കാണുന്നത്. പെണ്ണുങ്ങളൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കും, രഹസ്യമായിട്ടേ സംസാരിക്കൂ, വേറെ ആരോടും അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്കത് വല്ലാത്തൊരു വിഷമമൊക്കെ ആയി. പിന്നെ ഞാൻ അമ്മോനോട് പറഞ്ഞു. അമ്മ എന്നിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് സാനിറ്ററി പാഡ് മേടിച്ചിട്ട് വന്നു. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട്. അവർ പച്ചമുട്ട കഴിക്കാനായിട്ട് പറഞ്ഞു അമ്മ. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. അപ്പം ഞാൻ കഴിച്ചില്ല. അതുപോലെ തന്നെ സൂര്യനെ കാണാൻ പാടില്ല, 7 ദിവസം വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം, പുറത്തിറങ്ങാനായിട്ട് പാടില്ല, നമ്മൾ ആരെയും കാണാൻ പാടില്ല, നമ്മളെ ആരും കാണാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പം ഞാൻ 7 ദിവസം വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നെ എനിക്കിതിൽ ഇഷ്ടമുള്ള കാര്യം നമ്മളെ കാണാൻ വരുന്നവരൊക്കെ പലഹാരങ്ങൾ കൊണ്ടുതരും. ലഡു, ജിലേബി, എണ്ണ പലഹാരങ്ങളൊക്കെ കൊണ്ടുതരും. പിന്നെ നമ്മൾ ഇതായതിന് ശേഷം ഒരു 7 ദിവസത്തിന് ശേഷം ഒരു പരിപാടി വെക്കുമല്ലോ. 7 ദിവസത്തിന് ശേഷമാണ് തോന്നുന്നത്, അത് 7ാമത്തെ ദിവസമാണോ ഒരു പരിപാടി വെക്കുമല്ലോ. അപ്പം അതിന് ഒരു സദ്യ കൊടുക്കുന്ന ഒരു ചടങ്ങ്. അപ്പം ആ ചടങ്ങിന് നമ്മളെ റിലേറ്റീവ്സും ഒക്കെ വരുമല്ലോ. അപ്പം അവർ നമുക്ക് സ്വർണ്ണമൊക്കെ തരും. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ ഈ 7 ദിവസം വീടിൻ്റെ ഉള്ളിൽ റൂമിലിരിക്കുമ്പം നമുക്ക് ഇങ്ങോട്ട് സ്കൂളിൽ പോകണ്ട. പിന്നെ നമുക്ക് ഭക്ഷണം നമ്മുടെ അടുത്തേക്ക് വരും. അതൊക്കെ നല്ല കാര്യമാണ്. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അന്നത്തെ കാലത്തൊക്കെ പെണ്ണുങ്ങൾക്കിടയിൽ പോലും ഇത് വളരെ രഹസ്യമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഭയങ്കര ചമ്മലായിട്ടൊക്കെ അന്നത്തെ പെൺകുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊക്കെ ഒരുപാട് മാറി.
പക്ഷെ നമ്മുടെ വീട്ടില് നമ്മുടെ അച്ഛമ്മ, അമ്മാമ്മ, അങ്ങനെ അമ്മമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് അവരുടെ ആ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ശരീരത്തിൽ ബ്ലഡ് വെക്കാനുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അത്രയും ചെറുതിലെ പീരിയഡ്സിനെ കുറിച്ച് ഒരു ചെറിയ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പേടിയൊന്നും വന്നില്ല. പക്ഷെ എല്ലാവരുടെ കേസിലും ഇങ്ങനെയല്ല. ചിലരൊന്നും പീരിയഡ്സിനെ കുറിച്ച് അറിയാഞ്ഞിട്ട് ബ്ലഡ് കാണുമ്പോൾ പേടിക്കുന്ന കുട്ടികളുണ്ട്. കാരണം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ പീരിയഡ്സ് ആണ് കുട്ടികളുണ്ട്, ഹോർമോൺ ചേഞ്ചസ്, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒക്കെ കാരണം കൊണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അത് അവർക്ക് മുൻപേ പറഞ്ഞു കൊടുക്കുക. അതൊക്കെ പെട്ടെന്ന് അവർ ബ്ലഡ് കാണുമ്പോൾ പേടിക്കാൻ ഇടപെടരുത്. പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഗുഡ് ടച്ച് ബാഡ് ടച്ചിൻ്റെ സംഭവമാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്കത് തലയിൽ അത് കയറി, ടീച്ചർ അത് പറഞ്ഞുകൊണ്ട്. അപ്പം അത്രയും ചെറുതാണെങ്കിലും മക്കൾക്ക് അത് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാവും. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, നല്ല ക്യാരക്ടർ ഉണ്ടാവണം എന്നൊക്കെ. അപ്പം ഇതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഗുഡ് ടച്ച് ബാഡ് ടച്ച്, പീരിയഡ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് പീരിയഡ്സിൻ്റെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.